വേഗത്തിലെ ചില കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്താം. എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ ഇതേറെ സമയമൊക്കെ വേണം. അത് പ്രസംഗത്തിൻ്റെ മെച്ചമൊന്നുമല്ല, വചനം ഇങ്ങനെ ഒഴുകി വരുമൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനേ പ്രസംഗിക്കുന്നത്. ആരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിലേ വിളിക്കാവുള്ളൂ. ചെല്ലു പറയാണ്ട് വചനം മാത്രം അങ്ങ് പറയാൻ ഞാൻ ഒക്കത്തില്ല, കൊണ്ടൊക്കുക ഒക്കത്തില്ല. വീട് പണിയാൻ നേരത്തെ ഇഷ്ടിക മാത്രം വെച്ചാൽ വീട് പണി നടക്കുമോ? വീട് വെക്കണം, ചാന്തുണ്ട്, കുമ്മായമുണ്ട്, ചേർക്കേണ്ടതുണ്ട്, കൂട്ടി ചേർക്കണം, കട്ടയുണ്ട്, ചേർക്കെന്ന് പറഞ്ഞ് ഇഷ്ടി എടുത്ത് വെച്ചാൽ അങ്ങനെ വീടാകുന്നത്. പണിയാം, കാറ്റടിക്കുമ്പോൾ താഴെ വീഴും. അതിനും അങ്ങനെ ഉണ്ടല്ലോ. വണ്ടി അങ്ങോട്ട് കൊടുത്താണ്ട് പണിത് തരികയെന്നോ? അത് നോക്കാം, എൻ്റെ പോരായ്മകൾ എന്തൊക്കെ നോക്കാം. പണിത് വരുമ്പോൾ ബാലൻസും കാണരുത്. ഊരിയതിൽ രണ്ടെണ്ണം ബാക്കി വന്നിട്ടുണ്ട്. ആ വണ്ടിയായിട്ട് പോയാൽ അതിൻ്റെ ഗതികേടാണ്. കഴിഞ്ഞു പറഞ്ഞു പോന്നു വന്നില്ല. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണഗണങ്ങൾ ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ആയിത്വം മാറും, അനാചാരം മാറും, ദുരാചാരം മാറും. ഇതിനൊക്കെ മാറ്റം വരുത്തുന്നത് ആ സുവിശേഷം. ആ സുവിശേഷം ശരിയായ വിധത്തിൽ കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നേരമില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വിശദീകരിക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരണം, വഷളത്വം വിടണം. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതൊന്നും പാടില്ല. മദ്യപാനം നിർത്തും, പുകവലി നിർത്തും, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടവർ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. പോലീസിന്റെ ലാത്തിക്കും തത്വസംഹിതകൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കൊന്നും ഇതിനെ കൊണ്ട് ഒക്കത്തില്ല. സുവിശേഷത്തെ കൊണ്ടേ ഒക്കൂ. കൗൺസിലിംഗ് നടത്തിയാലൊന്നും രക്ഷപ്പെടുകയില്ല. കൗൺസിലിംഗ് നടത്തുന്ന 1-2 ആഴ്ച ആൾ ക്ലിയറായി, പിന്നെ നോക്കിയപ്പോൾ 4 കാലം. അത് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് നടത്തിയ പുള്ളി 4 കാലം. തെളിവുണ്ട്. പക്ഷെ സുവിശേഷത്തെ കൊണ്ട് ഇതിനെല്ലാം മാറ്റം വരുത്താം. കുടുംബജീവിതത്തിൽ പ്രശ്നം, കൗൺസിലിംഗ് ചെയ്യുന്നു. ആരാ? പുള്ളിയാ കൗൺസിലിംഗ്. ചോദിച്ചു, പുള്ളിയുടെ ഭാര്യ പിണങ്ങി പോയിട്ട് 5 കൊല്ലമായി. പുള്ളിയാണ് അവർ പിണങ്ങിയില്ല, അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നാൽ സുവിശേഷം കൊണ്ട് ഇതെല്ലാം മാറും. എത്ര വ്യക്തികളെ രക്ഷപ്പെട്ടു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ പേടി സ്വപ്നമായി. നാടൻ ഭാഷ പറഞ്ഞ അയ്യോ ഇവനങ്ങ് തൊലഞ്ഞാൽ മതി, ഇവനങ്ങ് മുടിഞ്ഞു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാഗിയ പെണ്ണുങ്ങൾ വരും. പക്ഷേ സത്യസുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് രൂപാന്തരമുണ്ട്. അതാ സുവിശേഷം. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. വെച്ച കഞ്ഞി കുടിക്കാൻ പറ്റാതെ കലവും തല്ലി പൊട്ടിച്ച്, കൊച്ചുങ്ങളെയും തല്ലി, ഭാര്യയും തല്ലി മേടിച്ച്, അയലത്തെ വീട്ടിൽ ഓടിക്കയറി, കുഞ്ഞുങ്ങളെ കട്ടിലടി കയറി, എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച് എത്ര കുടുംബങ്ങൾ. പക്ഷേ സത്യസുവിശേഷം ചെന്നപ്പോൾ ഇപ്പോൾ അവിടെ സമാധാനമാണ്. കാരണം ക്രിസ്തുവാണ് സമാധാനം. മരണത്തോട് മല്ലടിച്ച് എത്ര രോഗികൾ. ഈയിടെ ഞാനൊരു ആശുപത്രി ചെന്നപ്പോൾ ചോദിച്ചു, പ്രാർത്ഥിക്കാനാന്നോന്ന്. അതിനാ ഇവിടെ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങളാകത്ത് കിടക്കുന്നത്. പെങ്ങളാണെങ്കിലും കൊള്ളാം, ആങ്ങളെ ആണെങ്കിലും കൊള്ളാം. അങ്ങനെയുണ്ട്. തെറി പറയാന്നേ കൊള്ളാം, ഇഷ്ടമാ. ആൾക്കാരും വരും, പുതിയ തെറി വല്ലോ പുള്ളി, അത് ഇഷ്ടമാ. സുവിശേഷം വേണ്ട. സുവിശേഷം കൊണ്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടാകുമെന്ന്. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്ര വ്യക്തികൾ രക്ഷപ്പെട്ടു, എത്ര കുടുംബങ്ങളിൽ ഇപ്പൊ സമാധാനമുണ്ട്. വെച്ച കഞ്ഞി കുടിക്കാനൊക്കെ ഇരുന്ന് ഭാരപ്പെട്ടവരില്ലേ. പക്ഷെ ആ സത്യസുവിശേഷം എന്നപ്പോ കണ്ടോ, കുഞ്ഞാട് പോലായത്. സുവിശേഷം കൊണ്ട് മാത്രമേ ഒക്കൂ. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ചണ്ണനും പീലിപ്പോസും. ചണ്ണന്റെ തേരിൽ പീലിപ്പോസ് കയറാൻ പറഞ്ഞു, കയറി. ആദ്യം പുള്ളിയോട് പറഞ്ഞു പോകാൻ പറഞ്ഞു, പുള്ളി പോയി. ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് നടന്നു. തേരിലോട്ട് കയറാൻ പറഞ്ഞു, തേരെ കയറി. അപ്പൊ ചണ്ണൻ വായിക്കൊണ്ടിരിക്കുക. കൈകളി കഥയൊന്നുമല്ല. തുളസി കയറുമായിട്ട് നടന്ന് നീങ്ങി തുടരും ബ്രാക്കറ്റിൽ. ഇതാന്നല്ല പണ്ട് എഴുതിത്താണ്. അത് 2 രൂപ കൊടുത്ത് ആ മാടക്കടയിൽ നിന്ന് മേടിക്കാനിട്ട് തങ്കമ്മയ്ക്ക്. ആരും ഇതൊന്നും വായിച്ചിട്ട് നിങ്ങൾ വേദ പുസ്തകം മാത്രം. പണ്ടത്തെ എഴുത്തിന്റെ ശൈലിയാ. തുളസി കയറുമായിട്ട് നടന്നു നീങ്ങി താഴെ ബ്രാക്കറ്റിൽ തുടരും. നമ്മൾ ഒരാഴ്ച മുഴുവൻ അതേ തുളസിക്ക് എന്നെ പറ്റി. പിന്നെ 2 പെണ്ണുങ്ങൾ, അവള് ചാകാൻ സാധ്യതയാ മേരിക്കുട്ടി. അവള് ചാകുമെന്ന് എനിക്ക് തുളസിയുടെ കാര്യം അറിയാഞ്ഞിട്ട് പഞ്ചാരം കാപ്പിപ്പൊടി മേടിക്കാൻ 2 രൂപ കൊച്ചുങ്ങൾക്ക് പഞ്ചാരം കാപ്പി മേടിച്ച് കാപ്പി പോലും കൊടുത്തില്ല. നല്ല പാത്ത് വെച്ചു. ചൊവ്വാഴ്ച നാളെ ഈ ദാമോദരന്റെ മാടക്കിടയ്ക്ക് മംഗളം താടോ താൻ
മംഗളം കെട്ടി മറിച്ച് വന്നപ്പോൾ നോക്കി തുളസിയുടെ ഭാഗം നോക്കിയപ്പോൾ ദാമോദരൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ച നീ കാപ്പിയും കുടിച്ചില്ല. അതിലെ എഴുത്തിന്റെ ശൈലി. ഷണ്ണനിതൊന്നും അല്ല വായിച്ച, തിരുവെഴുത്താ വായിച്ച, തിരുവെഴുത്ത്, യെശയ്യാ പ്രവചനം. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, എന്തുവാ വായിക്കുന്നത്? തിരുവെഴുത്താ. ആ കൊള്ളാം. ഏത് ഭാഗമാ? യെശയ്യാവ്. എന്തുവാ? അറുക്കാനുള്ള ആടെ പോലെ എണ്ണുന്നു. രോമം കത്തിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന എന്തുവാ? മനസ്സിലായോ? ഓ, ഞാൻ വായിക്കുന്നേ ഉള്ളു, എനിക്കൊന്നും ചെല്ലങ്ങ് വായിച്ചു വിടുക, ഒന്നും പിടികിട്ടുന്നില്ല. ഇല്ലേ? നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. അങ്ങ് വായിക്കുക. ഞങ്ങളുടെ വായിച്ചു വിടുക. നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഇങ്ങനെ ചെല്ലങ്ങ് വായിക്കുക. മനോഹരന്റെ ഉള്ള നാളെടുത്ത് വായിച്ചു. കുടലിന്റെ നടുവേ എന്നാ അവൻ വായിച്ചു. കടലിന്റെ നടുവേ അങ്ങ് വായിക്കുന്നല്ലേ ഉള്ളു. കടലേറാ, കടലേറാന്ന് വേറൊരാൾ നമ്മുടെ ഇടയിൽ വായിച്ചു. ഞാൻ എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തല്ല. തീസിയോസ് പറഞ്ഞു, നീ ഇരിക്കുക, തബലയൊക്കെ കാണും, മൃദംഗം മാത്രമല്ല. മൃഗയുദ്ധം ചെയ്തെന്ന് ആ പുസ്തകത്തിൽ എഴുതി. അങ്ങ് വായിക്കുക. മൃദംഗ യുദ്ധം. തീസിയോസ് ഭാഷ പറഞ്ഞു, തബലയും കാണും, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങ് വായിക്കുക, ഗ്രഹിക്കുന്നൊന്നുമില്ല. നമ്മുടെ ഉപദേശമാര് കൂടുതലും തെറ്റിക്കുന്ന മരണ വീട്ടിലും കല്യാണ വീട്ടിലുമാണ്. ചുമ്മാരിക്കുമ്പോഴെങ്കിലും വേറെ പുസ്തകം വായിക്കണ്ടേ? വായിക്കുകയല്ല. അന്നേരം മൊബൈലിൽ പണിതുകൊണ്ടിരിക്കും. കല്യാണത്തിന് 45 സങ്കീർത്തനം കൊടുക്കുമ്പോൾ നിന്ന് മുട്ടയിടുക. എന്നാ പറയണ്ടേ, എന്നെ കൊണ്ടൊക്കത്തില്ല, വേറെ അത് പറയത്തുമില്ല. അത് അന്നേരം ആള് കളിച്ച് മരണ വീട്ടിലൊക്കെ 90 സങ്കീർത്തനം മുഴുവൻ തെറ്റിക്കുക. ചിലത് ഓറക്കേട്. അന്നാ വായിക്കാതിരിക്കണ്ടേ? ഞാൻ സെൻട്രൽ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്, മുഴുവൻ തെറ്റിക്കുകയായിരുന്നു. ആട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ചിലരങ്ങ് വായിക്കുക, വായിക്കുക. ഇവിടെ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അവന് മറുപടി, അയ്യോ, ഒരുത്തം പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ പൊരുൾ തിരിച്ചു. ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പൊരുൾ തിരിച്ച് രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത തിരുവനന്തപുരത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. സുവിശേഷം വായിച്ച് 8:35 വായിര്, വായിക്ക് 8:35. അപ്പോസ്തല പ്രവൃത്തി അവിടെ ഇല്ലയോ? 8:35 വായിര്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. 35 വായിച്ചു. 35 വായിര്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെ വഴി പോകുമ്പോൾ, അങ്ങനെ സുവിശേഷം ഇങ്ങനെ അറിയിച്ച് വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതാ വെള്ളം. ഫിലിപ്പോസ് ഉപദേശിയോട് പറയും, ഉപദേശി വെള്ളം വെള്ളം വെള്ളം. ചാകാൻ വേണ്ടിയല്ല, ചാകാൻ നേരത്ത് പറയും വെള്ളം വെള്ളം വെള്ളം. അങ്ങനെ പറയും. രക്ഷപ്പെടാൻ വേണ്ടിയാ പറഞ്ഞത്. വേണ്ട വെള്ളം. അതിനെന്നെ എനിക്ക് സ്നാനപ്പെടണം. എന്നാ ഇറങ്ങിക്കോ, മുക്കാന്നല്ല പറഞ്ഞത്. നീ വിശ്വസിക്കുന്നു. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. നീ സ്നാനപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളം നീ കേട്ടത് സുവിശേഷം അല്ല, വേറൊരു സുവിശേഷമാണ് കേട്ടെ. കമ്മലുമാല ഊരി സ്വോത്രകാഴ്ച പാത്രത്തിടുന്ന നല്ല സുവിശേഷം, നേരാനിക്കുന്ന മേരിക്കുട്ടിയെ തള്ളി തെറയുന്ന നല്ല സുവിശേഷം, പ്ലാസ്റ്റിക് കൊടുത്ത് 7 കഴിവിട്ട് ഛർദ്ദിക്കുന്ന നല്ല സുവിശേഷം, വണ്ടി നമ്പർ വിളിച്ച് പറയുന്ന നല്ല സുവിശേഷം, അഡ്രസ് പറയുന്ന നല്ല സുവിശേഷം. ഇപ്പൊ അങ്ങനെ ചില ബിരുദമാനുണ്ട്. ഞാൻ നിങ്ങളുടെ നടുക്കത്തെ മുറിയിൽ കയറി. ആത്മാവിനെ നീ എന്തിനാണ് അവരുടെ വരയ്ക്കകത്തോണ്ട് കയറുന്നത്? നിന്റെ പേര് ഭവനവേദനത്തിന് കേസെടുക്കണം. മോന് മനസ്സിലാകുന്നോ ഞാൻ പറയുന്നേ? മനസ്സിലായിച്ചിരിക്കുകയാണോ അതോ എന്നെ കളിയാക്കിച്ചിരിക്കുകയാണോ? എല്ലാവരുടെ വീട്ടിൽ കയറുന്ന നല്ല സുവിശേഷം. ഞാനിപ്പോൾ അലമാരിക്കകത്തൂടി ഇങ്ങനെ പരതുന്നു. എന്തൊരു അക്രമമാണെന്ന് ഓർക്കണം. വെല്ലുവിളി അലമാരിക്കകത്ത് മട്ടനെയൊക്കെ എന്നാ ചെയ്യാന്? ഇതാ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ടെന്ന്. ആ ഉണ്ട്. നിങ്ങൾ പല്ല് കടിച്ചിട്ടും അപ്പ് കടിച്ചിട്ടും നിർമ്മിട്ടൊന്നും കാര്യമില്ല. ഇതാ സുവിശേഷം. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് വെള്ളം എന്നാ ഇറങ്ങിക്കോ എന്നല്ല പറഞ്ഞത്. നീ വിശ്വസിക്കുന്നോ? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ. പൂർണ്ണ ഹൃദയത്തോടെ. എന്തുവാ എന്നെ പറ്റി? ആരാ? പുള്ളിയെ വേണോ? ഇദ്ദേഹത്തെ ആരെയാ വേണ്ടേ? ചെല്ലേ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? അടുത്ത വാക്യം.
പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അങ്ങനെ ആ സ്നാനം. പ്രായമുള്ളവരെ പിടിച്ച് മുക്കാൻ വേറെ പുസ്തകത്തിൽ പ്രമാണമില്ല, പിള്ളേരെ മുക്കാനും പ്രമാണമില്ല. അങ്ങനെയാണ് സ്നാനപ്പെട്ടത്. അത് കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. അങ്ങനെയാണോ സ്നാനം? ഒരാളെ മുക്കിയപ്പം എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, സൂക്കാടെല്ലാം തീർന്നല്ലോ എന്ന്. അതിനാണോ സ്നാനം? സൂക്കാട് തീർക്കുന്നതാണോ? തിരുവനന്തപുരം ജോർജ് കുട്ടി ഒരാളെ മുക്കിയപ്പോൾ അവനുണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. മുക്കിയ ഉള്ളി നോക്കി നിൽക്കുക, അവൻ ഉണ്ടായിട്ട് പോകുന്നത്. എന്നാൽ അക്കരെ കയറിയപ്പോൾ കൈ കാണിക്കണ്ടേ, അതുപോലും കാണിച്ചില്ല. അതിനാണോ സ്നാനം? അയ്യോ, സ്നാനം ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാ, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ഇത് ദൈവത്തിന്റെ നീതിയാ. യേശു മാതൃക കാണിച്ചു തന്നു. എടുത്തോണ്ടല്ല യേശുവിനെ കൊണ്ടുവന്നത്. ഉറങ്ങരുത്, ഇപ്പൊ സ്നാനപ്പെടുത്താം, ബിസ്ക്കറ്റ് വേണം. എടാ പൊട്ട, യേശുവിനെ എടുത്തോണ്ടെന്ന് വല്ല സ്നാനം. യേശു നടന്നാ വന്നത്. പുസ്തകം വായിക്കുകയല്ലോ. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യോഹന പറയാ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാവല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. ആമേൻ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. ഇതാ സ്നാനം. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെയും സ്നാനം നടന്നിട്ടില്ലെങ്കിൽ നീ കേട്ട സുവിശേഷം, നീ വിശ്വസിച്ച സുവിശേഷം ശരിയായ സുവിശേഷം അല്ല. ഓടിച്ചു നിർത്താം. സുവിശേഷം ശരിക്കും കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. പിന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. പുള്ളിക്ക് പോകാനൊക്കെ ഇച്ചിരി ആയുധമുള്ള ആളായിരുന്നു. ഉണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. കൈ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ. ഞാനിപ്പോ ഇന്നാളൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചില കൈ കൊടുക്കുക. എല്ലാവർക്കും ഒന്നും ചൊവ്വന കൈ. എനിക്ക് നാളെ ഒരു തന്നെ 2 പേരിലാ തന്നെ. 2 സങ്കടം തോന്നി. 2 പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ അടുത്തൊരു പുള്ളി 1 പേരിലാ കൊടുത്തത്. അപ്പൊ എനിക്ക് ആശ്വാസമായി. എനിക്ക് 2 എണ്ണെങ്കിലും തന്നല്ലോ. പുള്ളിക്ക് 1 കൊടുത്തു, വേറൊത്തിന് കൊടുത്തുമില്ല, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോടാ, എനിക്ക് 2 തന്നല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്, ചിലർക്കുണ്ട്. ദൈവത്തിന് മഹത്വം. പത്രോസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തുപ്പട്ടി ഇറക്കി ദർശനം കാണിച്ചു. എന്തിനേറെ ആ കെട്ട് പൊട്ടിച്ചേച്ച് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. കൊർന്നല്യോസും ആൾക്കാരും പറഞ്ഞു, ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക, പറ. അവിടെ ഇരിക്കുന്ന പത്രോസ് വാ തുറന്ന്, നമ്മൾ വാ തുറക്കുകയല്ലോ, കട്ടിക്കിടിച്ചാ വാ തുറക്കുക. പിന്നെ ഒടുവിൽ പറയാൻ ഹോളു, അതും ചൊവ്വനെ പറയത്തില്ല, ഹോളു. ഈ വിവരക്കേടുകാർ ഒത്തിരി ഉണ്ട്. സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ ഹോളു, ഇവനൊക്കെ ഇനി എന്നാ ബോധമുണ്ടാകും. സ്തോത്രം ചെയ്യാം, എന്നെ ബോധക്കേട. സ്തോത്രം എന്നതാ അല്ലേലി. ഞാൻ 30 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു വെളിവ്. അതവിടെ നടന്നോട്ടെ മോനെ. അതെങ്കിലും വന്ന് അനങ്ങുന്നുണ്ടല്ലോ, ബാക്കിയെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ ശ്രദ്ധിക്കാം, ശരിക്കും സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം, തിരിഞ്ഞുവരവ്, തിരിച്ചു വരണം. മദ്യപാനം നിർത്തും, പുകവലി നിർത്തും, ലഹരി പദാർത്ഥം നിർത്തും, പാപകൃതികൾ എല്ലാം നിർത്തും, വിട പറയും. ഒരു തിരിച്ചുവരവ്, മാനസാന്തരം. സുവിശേഷം കേട്ടാൽ, സുവിശേഷം കേട്ട് 2 സ്നാനം. സുവിശേഷം കേട്ടാൽ നടക്കുന്ന 3ാമത്തെ കാര്യം, കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് കൊർന്നല്യോസ് പറഞ്ഞു, പറ, ഞങ്ങളെല്ലാം കാത്തിരിക്കുക. പത്രോസ് വാ തുറന്നു. വാ തുറക്കണേ. 2 കാര്യത്തിനെ ചിലർ തുറക്കുള്ളൂ. 1 നുണയും കൊതിയും പറയാൻ. 2 കുഴപ്പമില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ 8ാം നില ഇങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കിടക്കും. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിട്ടിരിക്കട്ടെ, എങ്കിലും കയറി പറയുക.
ആർക്കും വരാതിരിക്കട്ടെ. നിനക്ക് അവസരം കിട്ടുമ്പോൾ മാ തുറക്കണം കേട്ടോ. ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അടുത്തിരിക്കുന്നവൻ നമ്മുടെ വിഷയമല്ല. അവരെന്നാ പറയുന്നത് നമ്മുടെ വിഷയം അതല്ല. ഈടെ ഞാൻ എരുമേലിൽ കൂടെ പോയപ്പോൾ അവരുടെ ആചാരവും അനുഷ്ഠാനവും വിശ്വാസമാണ്. നമ്മളതിനെ കൈകടത്തുമൊന്നും വേണ്ട. പക്ഷെ അവർ ഓടി ഇടതടവില്ലാതെ ആരെയും നോക്കുന്നില്ല. നന്നായിട്ട് നൃത്തം ചെയ്യുക ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാരിരിക്കുക ഊമം തെറ്റി. നീ ഒടുവിൽ 3 ഹാളുകളായിരിക്കുക. ഹാളു ഇന്ന് നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല. ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. വാറൊറന്നു പത്രോസ്, വാറൊറന്നു, വാ തുറക്കണേ. വാറൊറന്നു വചനം പറഞ്ഞു. ആ വചനം കേട്ടപ്പോൾ 44-ാം വാക്യം വായിച്ചേ. 10:44 എന്തുവാ സംഭവിച്ചത്? 10:44 പെട്ടെന്ന് വായി പോകണം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അനങ്ങാതിരുന്നാണോ? പിന്നെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് അനക്കമൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ സഭയിൽ അവിടെ ഒരു കാത്തിരിപ്പ്, ഞങ്ങളുടെ കുഞ്ഞാനെ കാത്തിരിപ്പിന് എല്ലാവരും ആത്മാവ് നിൽക്കുക. പുള്ളി ഇങ്ങനെ നിൽക്കുക. പുള്ളിയുടെ ഭാര്യ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ, അപ്പോൾ അവർക്ക് അങ്ങ് സങ്കടവും മരിച്ചു എല്ലാം വന്ന്. ഈ മനുഷ്യൻ കൈയടിക്കുന്നില്ല, പാടുന്നില്ല, തോത്രവും പറ. പുള്ളി മുഴുവൻ ആൾക്കാരും നൃത്തം ചെയ്യുക. നല്ല അന്തരീക്ഷം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കൊച്ചമ്മ ചോദിച്ചു, എന്റെ അച്ഛായ എല്ലാവരും ആത്മാവിലാകുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായിരുന്നു, നിങ്ങൾ മാത്രം ഇങ്ങനെ. പിന്നെ പുള്ളി രസിക്കാനാ. പുള്ളി പറഞ്ഞ, രാജമേ, ഈ അത്യന്ത ശക്തി എന്റെ മൺകൂടാരത്തിൽ വന്നിട്ട് എനിക്ക് അനങ്ങാൻ മേലെന്ന്. പുള്ളിയുടെ ഡയലോഗാ. ഈ അത്യന്ത ശക്തി എന്റെ മൺകൂടാരത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് അനങ്ങാൻ മേല. എന്നാൽ എന്തെങ്കിലും പറയാൻ ഓർത്തിട്ട് അത് ഒക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ. എനിക്ക് വന്ന് നിങ്ങൾക്കും അങ്ങനെ കുഞ്ഞുവനച്ചാന്റെ അനുഭവമാണെന്ന് തോന്നുന്നു. ഈ അത്യന്ത ശക്തി വന്നിട്ട് നിങ്ങൾക്ക് അനങ്ങാനും മേലെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവൻ എല്ലാവരും പരിശുദ്ധാത്മ നിറവിൽ. ഒന്നുകൂടെ വായിക്കേ പെട്ടെന്ന് വായിക്കേ. അതെല്ലാം മറിച്ചോ? അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. കേൾക്കണം കേട്ടോ. ഒന്നുകൂടെ വായിച്ചേ. 44 മുതൽ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. വചനം എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ് കേട്ടോ. സുവിശേഷമാ വചനം. ഏതെങ്കിലും വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയ. ആ വചനം ദൈവമാ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു. ആ വചനം കേട്ടപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്ന് അനങ്ങാതിരുന്നാണോ? ഊമം തെറ്റിയെന്നാണോ? അല്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, അന്യഭാഷ നിന്നിട്ടില്ല, ഇപ്പൊ നിക്കത്തുമില്ല. നിന്നൊക്കെ ചിലര് പറയുന്നു തർക്കിക്ക് ഒന്നും വേണ്ട. എന്റെ പൊന്ന് പാപ്പച്ച ഇപ്പൊ നിന്നിട്ടില്ല. പാപ്പച്ചന് കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇത് ഒരു സഭക്കാരുടെ കുത്തകയല്ല. IPCയുടെ, ചട്ടക്കോടിന്റെ, അസംബ്ലീസ് കോഡിന്റെ കുത്തകയല്ല. ഉപദേശിമാരുടെ കുത്തകയല്ല. ഓവർസിയർമാരുടെ കുത്തകയല്ല. സൂപ്രണ്ടിന്റെ കുത്തകയല്ല. കുമ്പനാട്ട കുത്തകയല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ അത്യന്ത ശക്തി ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഉണ്ട്. അതിന്റെ കോടികൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശ്വസ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അത് കുലുക്കി പോകത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രിയിലെ ആരാധനയിൽ വിടുതലുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഉടമനാ ജലപട ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ അടിക്കുന്ന രാത്രിയാ. ഈ രാത്രി കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ ദൈവത്തിന് മഹത്വം. ഒരാഴ്ച മുതൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിക്കട്ടെ. നിന്നെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, രക്തത്തിനകത്ത്, അവൻ മച്ചകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തിന്റെ കെടുതികൾ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്ന രാത്രി സുവിശേഷത്തിന്റെ ശക്തിയാൽ, സുവിശേഷത്തിന്റെ വ്യാപാര ശക്തിയാൽ. ആരും അവനമായിരിക്കരുത്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട, അടുത്തിരിക്കുന്നവനെ നോക്കണ്ട. ഇന്ന് രാത്രി ആരാധനകൾ രോഗക്കെട്ടുകളെ ദൈവം അടിക്കുന്ന രാത്രി. നിന്റെ സകല ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്ന രാത്രി. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ
ദേശത്തെ ബന്ധിക്കുന്ന ദേശാധിപതികളുടെ പോരുകൾ വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മകനെ കൊടുക്കുക. ദൈവത്തിന് മകത്ത് ആരാധിക്കും. ദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിൽ, ഓരോ സഭകളിൽ, ഓരോ വ്യക്തികളുടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ രോഗശാന്തി നടക്കുക. ഇന്ന് രാത്രി ലോകത്തെ ക്യാൻസറുകൾ, ബ്രെയിൻ ട്യൂമറുകൾ, കിഡ്നി പ്രോബ്ലങ്ങൾ, ഹാർട്ടിന്റെ അറ്റാക്കുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിലപ്പാട് ആരും മൗനമായിരിക്കരുത്. ദേശം വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടെ. ദൈവാത്മാവിന്റെ വ്യാപാരം അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കരുത്. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ പകർച്ച സകല കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിക്കട്ടെ. സാധാരണ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി നിന്റെ മൺകൂടാരത്തിൽ ഇറങ്ങട്ടെ. അന്ധകാരത്തിന്റെ കോട്ടകൾ ഈ രാത്രി അഴിയട്ടെ. ദുഷ്ടപിശാചിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, വ്യാപാരങ്ങൾ, സാധാന്യ പോലുകൾ, ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. ദൈവാത്മാവിന്റെ വ്യാപാരം നിന്റെ മൺകൂടാരത്ത് ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവാത്മാവിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിടുതൽ വെളിപ്പെടട്ടെ. ദൈവശക്തി, ദൈവകൃപ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ വ്യാപാര അവിടുത്തെ ദാസനായി ശക്തീകരിച്ചാട്ടെ. അവിടുത്തെ മകൾക്കായി വിടുതൽ ഇന്ന് രാത്രി വിടുതൽ എല്ലാ കെട്ടുകൾ പോട്ടത്തെ യേശുവിന്റെ നാമത്തിൽ. ദൈവശക്തി, ദൈവകൃപ ഇന്ന് രാത്രി പകരട്ടെ. ഓരോ വ്യക്തികളെ സുവിശേഷത്തിന്റെ